വയനാട് മുത്തങ്ങയിൽ മാനിനെ ഇടിച്ച KSRTC ബസ്സിന് ഒടുവിൽ മോചനം. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 27 ദിവസമായി വനം വകുപ്പ് കസ്റ്റഡിയിൽ കിടന്ന KSRTC ലോ ഫ്ലോർ ബസ്സാണ് 13 ലക്ഷത്തിന്റെ ബോണ്ടിന്മേൽ പുറത്തിറങ്ങുന്നത്. മെയിന്റനൻസ് കഴിഞ്ഞ ശേഷം സർവീസ് പുനരാരംഭിക്കുമെന്ന് KSRTC അധികൃതർ അറിയിച്ചു. വന്യമൃഗത്തെ വാഹനം ഇടിച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം ലളിതം. ഇങ്ങനെ വനം വകുപ്പ് കസ്റ്റഡിയിൽ കിടക്കേണ്ടി വരും. അതിനി സർക്കാർ വാഹനമായാലും ഒരു രക്ഷയുമില്ല. ഏപ്രിൽ 19-നാണ് മുത്തങ്ങയ്ക്കടുത്തുള്ള എടത്തറയിൽ റോഡ് മുറിച്ച് കിടക്കുന്ന മാനിനെ KSRTC ലോ ഫ്ലോർ സ്കാനിയ ബസ് ഇടിക്കുന്നത്. ബസ്സിനടിയിൽ കുടുങ്ങിയ മാൻ ചത്തു. തുടർന്ന് വന്യജീവി സംരക്ഷണ നിയമത്തിൽ നായാട്ടിനുള്ള സെഷൻ 9 പ്രകാരം ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയും ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. 3 ആഴ്ചയ്ക്ക് മുകളിലായി ബത്തേരി വനംവകുപ്പ് RRT റേഞ്ച് ഓഫീസിലായിരുന്നു ബസ്. 13 ലക്ഷം രൂപ KSRTC കെട്ടിവച്ച ശേഷമാണ് ബത്തേരി JFCM കോടതി ബസ് വിട്ടു നൽകിയത്. ഇനി ആ ബസ്സിന്റെ മെയിൻ്റനൻസ് എല്ലാം പരിശോധിച്ച് ബസ് ഫിറ്റായി കഴിഞ്ഞാൽ നമ്മളത് ഏത് റൂട്ടിലേക്കാണ് യാത്രക്കാരുള്ളത് ആ റൂട്ടിലേക്ക് വിട്ട് ബാക്കി നോർമൽ ഷെഡ്യൂളിലേക്ക് ബാംഗ്ലൂർ സെക്ടറിൽ ഓടുന്ന വണ്ടിയാണ് തിരുവനന്തപുരം ബാംഗ്ലൂർ അതിലേക്ക് സർവീസ് ആരംഭിക്കും. മോചന ഉത്തരവ് കിട്ടിയതിന് പിന്നാലെ ബസ് ബത്തേരിയിലെ KSRTC ഗ്യാരേജിലേക്ക് മാറ്റി. മെയിൻ്റനൻസിന് ശേഷം സർവീസ് പുനരാരംഭിക്കുമെന്ന് KSRTC അധികൃതർ അറിയിച്ചു. ബസ് കസ്റ്റഡിയിലായിരുന്നെങ്കിലും മറ്റൊരു ബസ് ഉപയോഗിച്ച് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നു. ന്യൂസ് മലയാളം, വയനാട്.